ബാർ കോഴക്കേസിൽ കെ എം മാണിയെ വെള്ളപൂശി വിജിലൻസ് സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് കോടതി ഇന്ന് പരിഗണിക്കും. വിജിലൻസ് കോടതി നിർദ്ദേശപ്രകാരം വിജിലൻസ് SP ആർ സുഗേശൻ സമർപ്പിച്ച തുടരന്വേഷണ റിപ്പോർട്ടാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി പരിഗണിക്കുന്നത്. ബാർ കോഴക്കേസിൽ തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി ജഡ്ജിയുടെ ഉത്തരവ് പ്രകാരം തുടരന്വേഷണം നടത്തിയാണ് ജനുവരി 13-ന് വിജിലൻസ് SP ആർ സുഗേശൻ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചത്. കേസിൽ മുൻമന്ത്രി കെ എം മാണിയെ വെള്ളപൂശുന്ന ഈ റിപ്പോർട്ടാണ് കോടതി ഇന്ന് പരിഗണിക്കുക. കോഴ വാങ്ങിയെന്ന പരാതി നിലനിൽക്കത്തക്ക തെളിവ് ലഭിക്കാത്തതിനാൽ കേസ് അവസാനിപ്പിക്കണമെന്നാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ വിജിലൻസ് സമർപ്പിച്ച സമാനമായ റിപ്പോർട്ട് തള്ളി ഒക്ടോബർ 29-നാണ് ജഡ്ജി ജോൺ കെ ഇല്ലിക്കാടൻ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വസ്തുതാന്വേഷണ റിപ്പോർട്ടും കേസ് ഡയറിയും പരിശോധിച്ച കോടതി മാണി കോഴ വാങ്ങിയതിന് പ്രഥമദൃഷ്ട്യാ തെളിവുള്ളതായും പറഞ്ഞിരുന്നു. കൂടാതെ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നിഗമനങ്ങൾക്ക് പകരം വിജിലൻസ് ഡയറക്ടറുടെ നിഗമനങ്ങൾ കുത്തിനിറച്ചതായും കോടതി കുറ്റപ്പെടുത്തി. അതിനുശേഷം ആർ സുഗേശിനെ കോടതി തന്നെ അന്വേഷണത്തിന് നേരിട്ട് ചുമതലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തിയ SP ആർ സുഗേശൻ തുടരന്വേഷണത്തിൽ മലക്കം പറഞ്ഞു. മാണി കോഴ വാങ്ങിയതിന് ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞ ആർ സുഗേശൻ തന്റെ മുൻ നിഗമനങ്ങളും തള്ളി. കേസിൽ വിശദമായ റിപ്പോർട്ടും കേസ് ഡയറിയും ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്തിമ റിപ്പോർട്ട് പരിഗണിക്കുന്ന കോടതിയുടെ പുതിയ ഉത്തരവ് കെ എം മാണിക്ക് നിർണായകമായിരിക്കും. അതേസമയം കേസിൽ കക്ഷി ചേർന്ന പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, LDF കൺവീനർ വൈക്കം വിശ്വൻ, VS സുനിൽകുമാർ MLA തുടങ്ങിയവർ റിപ്പോർട്ടിലുള്ള എതിർപ്പ് രേഖാമൂലം കോടതിയെ അറിയിക്കും. പരാതിക്കാരുടെ വാദം കൂടി കേട്ട ശേഷമാകും ആർ സുഗേശൻ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളണമോ അതോ വീണ്ടും അന്വേഷിക്കണമോ എന്ന് കോടതി തീരുമാനിക്കുക. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ആരംഭിക്കും. നിലവിലെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങൾ യോഗം വിലയിരുത്തും. നാളെയും മറ്റന്നാളും കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളും ചേരുന്നുണ്ട്. ജനലക്ഷങ്ങൾ അണിനിരുന്ന മഹാറാലിയോടെ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിച്ച നവകേരള മാർച്ചിന് തിരുവനന്തപുരത്ത് ഉജ്ജ്വല സമാപനം. സമാപന സമ്മേളനം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. ജാഥാ പ്രയാണത്തിനിടെ സംസ്ഥാനത്തുടനീളം കണ്ട ജനമുന്നേറ്റം തന്നെയാണ് ശംഖുമുഖത്തും കണ്ടത്. സമ്മേളനം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പേ ശംഖുമുഖം ജനനിബിഡമായിരുന്നു. ചെമ്പതാകകൾ പാറിപ്പറക്കവേ ആകാശ അതിരുകളെ ഭേദിക്കുന്ന മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ ജാഥാനായകൻ പിണറായി വിജയൻ കടന്നുവന്നു. ഒപ്പം ജാഥയിലെ മറ്റ് സ്ഥിരാംഗങ്ങളും. ശംഖുമുഖത്ത് തിങ്ങിക്കൂടിയ പുരുഷാരം അങ്ങേയറ്റത്തെ ഹൃദയവായ്പോടെ ജാഥാനായകനെ വരവേറ്റു. തുടർന്ന് ചുവപ്പ് സേനാംഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ. മലയാളത്തിൻ്റെ മഹാകവി ONVക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് നവകേരള മാർച്ചിൻ്റെ സമാപന സമ്മേളനം ആരംഭിച്ചത്. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷനായി. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ S രാമേന്ദ്രപിള്ള, MA ബേബി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, ജാഥയിലെ സ്ഥിരാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 3 ലക്ഷത്തിലധികം ബഹുജനങ്ങൾ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തതായാണ് കണക്ക്. തിരുവനന്തപുരം ജില്ല മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു സമാപനത്തിന്റെ ഭാഗമായ ബഹുജന സംഗമം സംഘടിപ്പിച്ചത്. ജാഥാപ്രയാണത്തിനിടെ സംസ്ഥാനത്തുടനീളം കണ്ട ബഹുജന മുന്നേറ്റം തന്നെയായിരുന്നു ശംഖുമുഖത്തും ദൃശ്യമായത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും കണ്ടതുപോലെ സമാപന വേദിയിലേക്കും ജനസഞ്ചയം ഒഴുകിയെത്തി. നേതാക്കളുടെ ഓരോ വാക്കുകളും ഹർഷാരവത്തോടെ പുരുഷാരം വരവേറ്റു. CPIMന്റെ ബഹുജനാടിത്തറ വിളിച്ചോതുന്നതായിരുന്നു അറബിക്കടലിൻ്റെ ഓരത്ത് രൂപം കൊണ്ട മനുഷ്യ മഹാസമുദ്രം. ശംഖുമുഖത്തു നിന്നും സാലി മുഹമ്മദ്. BJPക്ക് ബദലല്ല കോൺഗ്രസ് എന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പരസ്പരം സഹായിക്കുകയാണ് ഇരു പാർട്ടികളുടെയും നയം. വിയോജിക്കുന്നവരെ മോദി സർക്കാർ കായികമായി നേരിടുകയാണെന്നും അക്രമങ്ങളെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് CPIMന് അറിയാമെന്നും യെച്ചൂരി പറഞ്ഞു. ജവഹർലാൽ നെഹ്റു സർവകലാശാലയെ ദേശവിരുദ്ധമായി മുദ്രകുത്താനാണ് RSS ശ്രമമെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. വിയോജിക്കുന്നവരെ കായികമായി നേരിടുകയാണ് മോദി സർക്കാർ. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ദില്ലിയിലെ AKG ഭവന് നേരെയുള്ള ആക്രമണം. is now resulting in the mounting of attacks against our own party headquarters in Delhi yesterday, and the continuation of that, which we see in attacking the educational campuses like the Jawaharlal Nehru University. And the third aspect is the authoritarian manner in which this government, this Modi government, is functioning. Center-state relations, the question of intolerance, the question of not accepting any dissenting opinion in the country. BJPക്ക് ബദലാകാൻ കോൺഗ്രസിന് കഴിയില്ല. പരസ്പരം സഹായിക്കുന്ന നിലപാടാണ് ഇരു പാർട്ടികൾക്കുമെന്ന് യെച്ചൂരി നിലപാട് വ്യക്തമാക്കി. So Congress can never be the alternative to the BJP. Congress facilitates the BJP
BJP again may facilitate the Congress there in the center, but the people of India and people of Kerala want to break out from this syndrome of a football game, that from one goal post, the ball is shot into the other goal post. Congress or the BJP, now the time has come to say no to both of them and to build and strengthen the left democratic forces and the left democratic alternative in our country. രാജ്യം ഗുരുതര വെല്ലുവിളി നേരിടുന്ന സാഹചര്യത്തിൽ ശരിയായ പാത കാണിക്കാൻ കേരളത്തിന് കഴിയണമെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉമ്മൻചാണ്ടി ഭരണത്തിൽ സമസ്ത മേഖലകളും തകർന്നതായി പിണറായി വിജയൻ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി തുടരുന്നത് കേരളത്തിന് അപമാനകരം. അഴിമതി ഭരണത്തിൽ സുധീരന്റെ ആദർശധീരത എവിടെ പോയെന്നും പിണറായി ചോദിച്ചു. ഒരു കൂടിയാലോചന നടക്കുന്നുണ്ട്. ആ കൂടിയാലോചനയാണ് എങ്ങനെയെങ്കിലും അക്കൗണ്ട് തുടങ്ങണം എന്നതിനുള്ള ആലോചന. ആ അക്കൗണ്ട് തുടങ്ങാനുള്ള ആലോചനയുടെ ഭാഗമായാണ് വടകര ബേപ്പൂർ മോഡൽ ഈ കേരളത്തിലുണ്ടായിരുന്നത്. RSSന് അക്കൗണ്ട് തുടങ്ങണം. അപ്പോൾ അക്കൗണ്ട് തുടങ്ങാൻ സഹായിച്ചു കൊടുക്കുക, സഹായിച്ചവരെ തിരിച്ച് സഹായിക്കുക, ഇതായിരുന്നു ആ കാലത്തുണ്ടായത്. പക്ഷേ അപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സ് വളരെ പ്രക്ഷുബ്ധമായി. ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകാർക്ക് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇപ്പോൾ വീണ്ടും അതേ ആലോചനയാണ് നടന്നത്. രണ്ട് കൂട്ടർക്കും ഇത് ആവശ്യമുണ്ട്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിട്ടും മാറ്റി നിർത്താൻ ആദർശധീരനായ KPCC അധ്യക്ഷൻ തയ്യാറാകാത്തത് കോൺഗ്രസിന്റെ ജീർണതയാണ് വെളിവാക്കുന്നത്. ഇത്രമാത്രം ജീർണത ബാധിച്ചൊരു മനുഷ്യൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നാടിന് അവമാനമല്ലേ? ഇവിടെ KPCCക്ക് നല്ല ആദർശ ധീരൻ തന്നെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്നു. വല്ലതും ആലോചിക്കാൻ കഴിഞ്ഞോ? അവിടെ ഒരു മഹതി സോണിയാഗാന്ധി പ്രസിഡൻ്റായിട്ടിരിക്കുന്നു കേന്ദ്രത്തിൽ. അവർക്ക് ഇടപെടാൻ കഴിഞ്ഞോ? LDF മന്ത്രിസഭ രൂപീകരിച്ചാൽ KM മാണിമാരും ബാബുമാരും ഉണ്ടാവില്ല. സർക്കാർ ഓഫീസുകളിൽ നിലനിൽക്കുന്ന കൊടിയ അഴിമതി ഇല്ലാതാക്കാൻ ഭരണപരിഷ്കരണ നടപടികൾ അനിവാര്യമാണെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാവണം നടപ്പാക്കേണ്ടത്. വ്യാവസായിക മേഖലയിൽ കാലാനുസൃതമായ സാങ്കേതിക മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയണം. വെള്ളാപ്പള്ളിയുടെ പാർട്ടിക്ക് രക്ഷയില്ല എന്നതുകൊണ്ടാണ് മകനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ തീരുമാനിച്ചതെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. ജാഥയിലെ ഒരു മാസത്തെ അനുഭവം പങ്കുവച്ചുകൊണ്ടാണ് പിണറായി വിജയൻ പ്രസംഗം അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചില്ലുകൂട്ടിൽ വയ്ക്കേണ്ടത് കോൺഗ്രസിനെയാണെന്ന് VS അച്യുതാനന്ദൻ. വെള്ളാപ്പള്ളിയെയും കുടുംബത്തെയും ജനങ്ങൾ പിടികൂടുമെന്നും VS പറഞ്ഞു. സംസ്ഥാനത്ത് കോലീബി സഖ്യം പുനഃസ്ഥാപിക്കാൻ നീക്കമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിലെത്തിയ സാഹചര്യത്തിൽ ഇതിനെ കരുതിയിരിക്കണമെന്നും കോടിയേരി. ശംഖുമുഖം കടൽ തീരത്തിന് ബദലായി രൂപപ്പെട്ട പ്രവർത്തകരുടെ ചെങ്കടലിനെ ആവേശ കൊടുമുടിയിലാക്കുന്നതായിരുന്നു ഓരോ നേതാക്കന്മാരുടെയും പ്രസംഗങ്ങൾ. സരിതാ നായരുടെ കയ്യിൽ നിന്നുപോലും കൈക്കൂലി വാങ്ങിയ ആളാണ് മുഖ്യമന്ത്രിയെന്ന് കോടിയേരി പരിഹസിച്ചു. പണ്ട് കേരളീയൻ എന്ന് പറഞ്ഞാൽ ഒരു നിലയും വിലയുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കേരളീയൻ എന്ന് പറഞ്ഞാൽ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയാണെന്ന് ഉമ്മൻചാണ്ടി ഭരണത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടിയേരി ആരോപിച്ചു. ആ സരിതാ നായരുടെ അടുത്തുനിന്ന് പോലും കൈക്കൂലി വാങ്ങിയൊരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിന് അപമാനമല്ലേ? കേരളക്കാർ, രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനത്ത് പോകുമ്പോൾ നമുക്കൊരു നിലയും വിലയും ഉണ്ടായിരുന്നു. ഇപ്പോൾ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് പോയാൽ ആളുകൾ ചോദിക്കുന്നത്, നിങ്ങൾ കേരളത്തിൽ നിന്നാണോ വരുന്നത്? ആ 1,90,00,000 ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ നിന്നാണോ വരുന്നത് എന്ന് ചോദിക്കുന്ന അവസ്ഥയായില്ലേ? ശക്തിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമേ ബദൽ സൃഷ്ടിക്കാൻ കഴിയൂ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ശരി നിലപാടുകൾ കൊണ്ടാണ് ജനങ്ങളുടെ വിശ്വാസം എന്നും ആർജിച്ചിട്ടുള്ളതെന്നും CPIM പൊളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. സുതാര്യവും ജനാധിപത്യപരവുമായ രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നയസമീപനങ്ങൾ തീരുമാനിക്കുന്ന ഒരു സംവിധാനമുണ്ടാക്കാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനവും പരിശ്രമിക്കുന്നത്. അധികാരം കിട്ടിയാൽ ഇടതുപക്ഷത്തിൻ്റെ മദ്യനയം എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം വിമാനക്കൂലി മുടക്കി രാഹുൽ ഗാന്ധി കേരളത്തിൽ വരേണ്ടിയിരുന്നില്ലെന്ന് VS പരിഹസിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചില്ലിട്ട് വെക്കണമെന്ന് പറഞ്ഞ AK ആന്റണിക്കുള്ള VSന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. 440 MP ഉണ്ടായിരുന്ന കോൺഗ്രസിന് ഇപ്പോഴുള്ളതെത്ര? 44. ഇങ്ങനെയാണ് കോൺഗ്രസ് ഉയരുന്നത്. ചില്ലിട്ട മേഖലയിൽ ആരെയാണ് ഇരുത്തേണ്ടത് എന്ന് ഞാൻ മിസ്റ്റർ ആൻ്റണിയോട് പ്രത്യേകിച്ച് ചോദിക്കേണ്ടതില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ
ഇങ്ങനെ ആക്ഷേപിക്കുന്ന പലർക്കും ജനങ്ങൾ നല്ല മറുപടി കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നവർ കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് രാജ്യത്ത് വിഭാഗീയത പടർത്തുകയാണെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി സംഘപരിവാറിന് ചൂണ്ടിപ്പറഞ്ഞു. ഇന്ന് ദാബോൽക്കറെ വെടിവെച്ച് കൊല്ലുന്നു, പ്രതിഷേധമുയരുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ആപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി പ്രതിഷേധമുയരുന്നുവോ? ദളിതനെ തീയിട്ട് കൊല്ലുമ്പോൾ ഞാൻ ദളിതനല്ലല്ലോ, ഞാനിതിന് ശബ്ദം ഉയർത്തണം. ശാസ്ത്രപ്രബോധകനായ കൽബുർഗിയെ വെടിവെച്ച് കൊല്ലുമ്പോൾ ഞാൻ മിണ്ടുന്നില്ല, കാരണം ഞാൻ ശാസ്ത്രപ്രബോധകനല്ല. CPIM-ന്റെ ഓഫീസ് ആക്രമിക്കുമ്പോൾ ഞാൻ അനങ്ങുന്നില്ല, കാര്യം ഞാൻ CPIM-കാരനല്ല. CPIM-ന്റെ ഓഫീസ് ആക്രമിച്ചാൽ എനിക്കെന്താണ്? ഈ നിലയിലേക്ക് കാര്യങ്ങൾ പോകാൻ അനുവദിച്ചുകൂടാ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ കോഴക്കേസ് അന്വേഷണ റിപ്പോർട്ട് കോടതി പരിഗണിക്കവേ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കെ ബാബുവിന്റെ രാജി മുഖ്യമന്ത്രി തള്ളിയതോടെ ബാർ കോഴക്കേസിൽ ഇരട്ട നീതി കാണിച്ചുവെന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിൽ ശക്തമായിരിക്കെയാണ് യോഗം ചേരുന്നത്. മുന്നണിക്കുള്ളിലെ ചിലർ കുതികാൽ വെട്ടിയെന്ന് കെ മാണി നേരത്തെ തുറന്നടിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ UDF-ൽ തുടരണമോ എന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യും. BJP-യുമായുള്ള സഖ്യസാധ്യതകളും ചർച്ചയാകും. അതേസമയം UDF-നെ സമ്മർദ്ദത്തിലാക്കിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാനുള്ള നീക്കവും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായേക്കും. ഇടപ്പള്ളി മണ്ണൂത്തി ചുങ്കപ്പാതയിൽ സബ്വേകൾ നിർമ്മിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന് പുല്ലുവില. 3 വർഷത്തിനിടെ 133 കാൽനട യാത്രക്കാരാണ് റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വാഹനാപകടങ്ങളിൽ മരിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മണ്ണൂത്തി വടക്കുംചേരി പാതയിൽ സബ്വേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സമരം ആരംഭിച്ചു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് മണ്ണൂത്തി ഇടപ്പള്ളി 4 വരി പാതയിലെ അപകടങ്ങൾക്ക് കാരണമെന്നാണ് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന മണ്ണൂത്തി വടക്കഞ്ചേരി 6 വരി പാതയിലെങ്കിലും അടിപ്പാതകൾ നിർമ്മിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ദേശീയപാതയിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ വാഹനമിടിച്ച് മരിച്ചവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് മുല്ലക്കരയിൽ ഒത്തുചേർന്നത്. മണ്ണൂത്തി ഇടപ്പള്ളി 4 വരി പാതയുടെ നിർമ്മാണഘട്ടത്തിൽ തന്നെ കാൽനടയാത്രക്കാർക്കായി അടിപ്പാത നിർമ്മിക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു. ചെലവ് കൂടുമെന്ന് ചൂണ്ടിക്കാട്ടി ദേശീയപാത വികസന അതോറിറ്റി ഇത് അംഗീകരിച്ചില്ല. ദേശീയപാതയിൽ 3 വർഷത്തിനിടെ 133 കാൽനടയാത്രക്കാർ വാഹനമിടിച്ച് മരിച്ചതോടെ മനുഷ്യാവകാശ കമ്മീഷൻ സബ്വേ നിർമ്മിക്കാൻ ഉത്തരവിട്ടു. റോഡപകട അന്വേഷണ കമ്മീഷനും ഇത് ശരിവെച്ചു. നിർമ്മാണം നടക്കുന്ന 6 വരി പാതയിൽ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനമെടുക്കുന്നതുവരെ സമരം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. കണ്ണകി ചരിതം പാടി കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയതോടെയാണ് ഉത്സവത്തിന് കൊടിയേറിയത്. ഈ മാസം 23-ാം തീയതിയാണ് ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. വിശ്വമോഹിനി ജഗദംബികേ ദേവി ആറ്റുകാൽ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൊങ്കാല മഹോത്സവത്തിനാണ് കണ്ണകീചരിതം പാടി കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയതോടെ തുടക്കമായത്. കൊടുങ്ങല്ലൂർ ദേവിയെ ആവാഹിച്ചുകൊണ്ടുവന്ന് ഈ 10 ദിവസവും കുടിയിരുത്തുന്നതായാണ് സങ്കല്പം. കൊടുങ്ങല്ലൂർ അമ്മയുടെ എഴുന്നള്ളത്ത് മുതൽ പാണ്ഡ്യരാജാവിന്റെ വധം വരെയുള്ള ഭാഗങ്ങളാണ് പൊങ്കാലയ്ക്ക് മുൻപുള്ള 9 ദിവസങ്ങളിലായി പാടിത്തീർക്കുന്നത്. കാർത്തിക നക്ഷത്രത്തിൽ ആരംഭിച്ച് 10 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ഉത്സവ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനം കുംഭമാസത്തിലെ പൂരം നാളും പൗർണമിയും ഒത്തുചേർന്ന് വരുന്ന ദിവസത്തിൽ നടക്കുന്ന പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയാണ്. ഈ മാസം 23-ന് രാവിലെ 10 മണിക്ക് ക്ഷേത്രത്തിന് മുന്നിലെ പണ്ടാരടുപ്പിൽ തീകത്തുന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കമാകുക. ഉച്ചയ്ക്ക് 1:30-നാണ് പൊങ്കാല നിവേദ്യം. ശേഷം പ്രധാന നേർച്ചകളായ കുത്തിയോട്ടവും താലപ്പൊലിയും നടക്കും. അന്ന് രാത്രി ദേവിയുടെ പുറത്തെഴുന്നള്ളത്തും അത് കഴിഞ്ഞ് 24-ന് രാത്രി നടക്കുന്ന കുരുതി തർപ്പണത്തോടുകൂടിയുമാണ് പൊങ്കാല മഹോത്സവം സമാപിക്കുക. അന്ന് രാത്രി ദേവിയുടെ പുറത്തെഴുന്നള്ളത്തും അത് കഴിഞ്ഞ് 24-ന് രാത്രി നടക്കുന്ന കുരുതി തർപ്പണത്തോടുകൂടിയുമാണ് പൊങ്കാല മഹോത്സവം സമാപിക്കുക. ഉത്സവത്തിനും പൊങ്കാലയോടും അനുബന്ധിച്ച് ക്ഷേത്രത്തിലും പരിസരത്തും സുരക്ഷയും ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന P. ജയരാജനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. DGP സെൻകുമാർ അടക്കം ജയിൽ വകുപ്പിൽ സമ്മർദ്ദം ചെലുത്തിയാണ് ദ്രുതഗതിയിൽ ആരോഗ്യപരമായ പരിഗണന പോലും നൽകാതെ P. ജയരാജനെ മാറ്റിയതെന്നും സൂചനയുണ്ട്. അതേസമയം ജയരാജനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് CBI നൽകിയ ഹർജിയിൽ 17-ന് കോടതി വാദം കേൾക്കും. P. ജയരാജന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്നും എന്നാൽ വിദഗ്ധ ചികിത്സയും നിരന്തര പരിചരണവും ആവശ്യമാണെന്നും കാണിച്ചുകൊണ്ടുള്ള മെഡിക്കൽ റിപ്പോർട്ട് കാർഡിയോളജിസ്റ്റ് CBIക്ക് കൈമാറി. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും CPIM നേതാവ് P. ജയരാജനെ ദ്രുതഗതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളാണ് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നയാളെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുന്നതിൽ CBIയും സർക്കാരും നടത്തുന്ന രാഷ്ട്രീയ കളികൾക്ക് കൂട്ടുനിൽക്കാതെ ജയിൽ വകുപ്പ് പൂർണ്ണമായും കൈയൊഴിയുകയായിരുന്നു. എന്നാൽ നേരത്തെ ജയിൽ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ഇന്റലിജൻസ് DGP സെൻകുമാർ
PJ രാജനെ മാറ്റുന്നതിൽ മുൻകൈയെടുത്ത് ജയിൽ വകുപ്പിൽ സമ്മർദ്ദം ചെലുത്തി രാവിലെ 8 മണിയോടെ PJ രാജനെ മാറ്റാനുള്ള ഒരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടത്തുകയായിരുന്നു. മുൻ ജയിൽ വകുപ്പ് മേധാവിയായിരിക്കെ PJ രാജനോട് ശത്രുതാപരമായ നടപടി കൈക്കൊണ്ടയാളായിരുന്നു സെൻകുമാർ. വയനാട്ടിൽ സമരം ചെയ്ത ആദിവാസികളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ ജയിലിനകത്താക്കിയപ്പോൾ PJ രാജൻ സന്ദർശിച്ചിരുന്നു. ഇതിന്റെ പേരിൽ ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും PJ രാജനെ മാറ്റണമെന്ന് സർക്കാരിന് സെൻകുമാർ റിപ്പോർട്ടും നൽകിയിരുന്നു. അതേ വൈരനിരാധന ബുദ്ധിയാണ് ഈ കേസിലും അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ വെളിവാക്കപ്പെട്ടത്. സോളാർ കേസിൽ കുറ്റാരോപിതനായ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് IG H ഗോപകുമാർ, പൂജപ്പുര സെൻട്രൽ ജയിൽ സൂപ്രണ്ട് AG സുരേഷ്, കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ഇൻചാർജ് അശോകൻ അരിപ്പയിൽ എന്നിവർ ചേർന്ന് രോഗിക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ പോലും PJ രാജന് നിഷേധിക്കുകയായിരുന്നു എന്ന പരാതിയും ഉയരുകയാണ്. മുൻപ് കൊയിലി സ്വകാര്യ ആശുപത്രിയിലും AKG സഹകരണ ആശുപത്രിയിലും പ്രതികൾക്ക് ഹൃദയ ശസ്ത്രക്രിയയടക്കം നടത്തിയിട്ടും ആ ആനുകൂല്യം പോലും PJ രാജന്റെ കാര്യത്തിൽ 24 മണിക്കൂർ മാത്രമെന്ന നിയമനിബന്ധനയുടെ പേരിൽ ഒഴിവാക്കുകയായിരുന്നു. 5 മണിയോടെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിൽ അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ PJ രാജന്റെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകരെ പോലീസ് മർദ്ദിച്ചു. അതേസമയം ആശുപത്രിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും പോലീസ് പരാജയമായിരുന്നു. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കാഞ്ഞങ്ങാട് അജാനൂർ തീരദേശ മേഖലയിൽ സംഘർഷത്തിന് അയവ് വന്നു. സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗം അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം CPIM BJP പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 4 പേർക്ക് വെട്ടേൽക്കുകയും നിരവധി വീടുകൾ തകരുകയും ചെയ്തിരുന്നു. CPIM പ്രവർത്തകരെ BJPക്കാർ പ്രകോപനമൊന്നുമില്ലാതെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം കാഞ്ഞങ്ങാട് അജാനൂർ തീരപ്രദേശത്ത് വീണ്ടും സംഘർഷമുണ്ടായത്. CPIM പ്രവർത്തകൻ ഇട്ടമ്മൽ സ്വദേശി ബിജീഷിന് BJP പ്രവർത്തകരുടെ വെട്ടേറ്റതിനെ തുടർന്നാണ് സംഘർഷത്തിന് തുടക്കം. കൂടെയുണ്ടായിരുന്ന കൃപേഷ്, മിഥുൻ എന്നിവർക്കും പരിക്കേറ്റു. മറ്റൊരു CPIM പ്രവർത്തകൻ കൊളവയലിലെ ഷൈജുവിനെ കുത്തുകയും കല്ലുവലിച്ചിട്ട് കാൽമുട്ട് തകർക്കുകയും ചെയ്തു. CPIM പ്രവർത്തകൻ സജിത്തിനെയും ആക്രമിച്ചു. പോലീസ് എത്തിയാണ് ഷൈജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. BJP പ്രവർത്തകരായ പൊയ്യക്കരയിലെ കരുണാകരൻ, സുകുമാരൻ എന്നിവർക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. BJP ബോധപൂർവം നടത്തിയ ആക്രമണത്തിന്റെ ഭാഗമായാണ് ഈ മേഖല വീണ്ടും സംഘർഷത്തിലായതെന്ന് CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ആരോപിച്ചു. താമസിക്കാൻ കഴിയാത്ത നിലയിൽ വീടുകളകത്ത് കയറി പൂർണ്ണമായും തകർത്ത നിലയാണ് പൊയ്യക്കരയിലുള്ളത്. പൊതുവിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് വളരെ ബോധപൂർവമാണ് BJP RSSും കുഴപ്പങ്ങളുണ്ടാക്കാൻ മുന്നോട്ട് വന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിനെതിരായി ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധവും പ്രതികരണവും എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്തും ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കുറ്റവാളികളെ പിടികൂടുന്നതിന് വേണ്ടി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പോലീസ് അടിയന്തരമായി ഇടപെടണമെന്ന് CPM അഭ്യർത്ഥിച്ചിട്ടുണ്ട്. CPIM അനുഭാവികളായ ചിത്താരിക്കടപ്പുറത്തെ കുഞ്ഞിക്കണ്ണൻ്റെ വീട് പൂർണ്ണമായും തകർത്തു. ടിവിയും ഫ്രിഡ്ജും ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ചു. മാണിക്യം, രവീന്ദ്രൻ, രാഘവൻ, സരോജിനി, നാരായണി തുടങ്ങിയ CPIM അനുഭാവികളുടെയും ശ്രീധരൻ, സുകുമാരൻ എന്നീ BJP പ്രവർത്തകരുടെ വീടുകൾക്കു നേരെയും ആക്രമണം നടന്നു. പോലീസ് എത്തി ഗ്രനേഡ് പ്രയോഗിച്ചതോടെയാണ് സംഘർഷത്തിൽ അയവുണ്ടായത്. സ്ഥലത്ത് ശക്തമായ പോലീസിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ CPIM BJP പ്രവർത്തകരെ കാഞ്ഞങ്ങാട്, പരിയാരം, മംഗലാപുരം എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തെക്കേ ഇന്ത്യയിലെ പ്രധാന ലൈഫ് സ്റ്റൈൽ മാഗസിനായ റിറ്റ്സിന്റെ കേരള പതിപ്പ് പ്രകാശനം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ കല്യാൺ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ TS കല്യാണരാമൻ പ്രകാശനം നിർവഹിച്ചു. V-Guard MD മിഥുൻ ചിറ്റിലപ്പള്ളി ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. നടി മഞ്ജു വാര്യർ, ഷീമാട്ടികുടുംബ ബീന കണ്ണൻ, റിറ്റ്സ് എഡിറ്ററും പബ്ലിഷറുമായ അരുണ R കൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. കൊച്ചി വേദിയാകുന്ന 2017 അണ്ടർ-17 ലോകകപ്പ് മത്സരങ്ങൾക്ക് മുന്നോടിയായി ഫിഫയുടെ സാങ്കേതിക വിദഗ്ധരടക്കുന്ന സംഘം ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം സന്ദർശിച്ചു. സ്റ്റേഡിയത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളിൽ സംഘം തൃപ്തി രേഖപ്പെടുത്തി. ടൂർണമെന്റിന് സ്റ്റേഡിയം സജ്ജമാക്കുന്നതിനായി 25 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് നോഡൽ ഓഫീസർ മുഹമ്മദ് ഹനീഷ് അറിയിച്ചു. ഫിഫ പ്രോജക്ട് മാനേജർ ജെയ്മി യാർസ, ടൂർണമെന്റ് ഡയറക്ടർ സാവിയർ സിപ്പി എന്നിവരുടെ നേതൃത്വത്തിലുള്ള 18-അംഗ ഫിഫ സംഘമാണ് കൊച്ചി. ഇത് 3-ാം തവണയാണ് ഫിഫ പ്രതിനിധികൾ സ്റ്റേഡിയം സന്ദർശിക്കുന്നതെങ്കിലും ആദ്യമായാണ് ഫിഫയുടെ സാങ്കേതിക വിദഗ്ധരുടെ സമ്പൂർണ്ണ സംഘം കൊച്ചിയിലെത്തി സന്ദർശനം നടത്തുന്നത്. കല്ലൂർ സ്റ്റേഡിയത്തിലെ പുൽത്തകിടി, ഗാലറി, VIP പവലിയൻ, കളിക്കാരുടെ ഡ്രസ്സിംഗ് റൂം, താമസ സൗകര്യം, പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജന സംവിധാനം മുതലായവ സംഘം വിലയിരുത്തി. പ്രാഥമിക പരിശോധനയിൽ തൃപ്തി രേഖപ്പെടുത്തിയ സംഘം പുൽത്തകിടി ഉയർത്തി അന്താരാഷ്ട്ര നിലവാരത്തിലാക്കുക, കളിക്കാരുടെ ഇരിപ്പിടങ്ങൾ പുനഃക്രമീകരിക്കുക മുതലായ നിർദ്ദേശങ്ങൾ സംഘാടകരായ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ നൽകി. ഫിഫ പ്രൊജക്ട് മാനേജർ ജെയ്മി യാർസ.
the VIP areas and all the functional areas in the stadium, as well the access and the possibility of parking spaces around the stadium. കേന്ദ്ര സർക്കാർ വിഹിതമായ 12.44 കോടി രൂപയടക്കം 25 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സ്റ്റേഡിയത്തിൽ നടത്തുമെന്നും പരിശീലനത്തിനായി സൗകര്യമൊരുക്കുന്ന പോർട്ട് ട്രസ്റ്റ് ഗ്രൗണ്ട്, മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട്, സ്പോർട്സ് അക്കാദമി, കുഫോസ് ഗ്രൗണ്ട് എന്നിവിടങ്ങളിലെ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുമെന്നും നോഡൽ ഓഫീസർ മുഹമ്മദ് ഹനീഷ് പറഞ്ഞു. സ്റ്റേഡിയം നവീകരണത്തിനുള്ള കൺസൾട്ടൻസി നിയമനം 2 ദിവസത്തിനകം നടക്കും. ഗാലറിയിലെ നിലവിലെ കസേരകൾക്ക് പകരം 55,000 ബക്കറ്റ് സീറ്റുകൾ സ്ഥാപിക്കും. മാലിന്യ സംസ്കരണ പ്ലാൻ നവീകരിച്ച് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അംഗീകാരത്തിന് സമർപ്പിക്കും. മാർച്ചിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് സെപ്റ്റംബറിൽ പൂർത്തിയാക്കും. ഈ വർഷത്തെ ISL മത്സരങ്ങൾക്ക് ശേഷം സ്റ്റേഡിയം ഫിഫയ്ക്ക് കൈമാറും. 2017 സെപ്റ്റംബറിലാണ് അണ്ടർ-17 ലോകകപ്പ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. കൊച്ചിയടക്കം 6 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി.